എടി നിന്റെ ഇന്റർവ്യൂവിന്റെ കാര്യം എന്തായി? അതൊന്നും ശരിയാവത്തില്ലടാ. ഞാൻ ചെന്നൈക്ക് പോകാൻ വേണ്ടിട്ടാ. അപ്പൊ നെക്സ്റ്റ് വീക്ക് എന്തായാലും പോകും. ആണോ? ആ, നിന്റെ കാര്യം എന്തായി? അതൊന്നും ആയില്ലടി. ആ പേപ്പേഴ്സ് ഒക്കെ വീണ്ടും റിജക്റ്റ് ആയി. ഓ, അപ്പൊ ഇനി എന്ത് ചെയ്യും? നീ നാട്ടിൽ എന്തെങ്കിലും നോക്കണം. എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ നിനക്ക്? ഒരു ഫുഡ് കോർട്ട് പ്ലാൻ ഉണ്ട്. നല്ലതാ. നീ നെക്സ്റ്റ് വീക്ക് പോകുന്ന പറഞ്ഞത് സീരിയസ് ആയിട്ട് പറഞ്ഞോ? നിനക്ക് മെസ്സേജ് അയച്ചപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതെല്ലേ? ഫ്രണ്ട്സ് ഒക്കെ അവിടെ അല്ലേ? അപ്പം എന്തായാലും പോ, എനിക്ക് അവിടെ കംഫർട്ടബിൾ. ഓ, നിനക്ക് എന്ത് പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട്? എടി നീ പോയി കഴിഞ്ഞാൽ എനിക്ക് നിന്നെ വല്ലാണ്ട് മിസ് ചെയ്യും. എനിക്ക് നിന്നെ മിസ് ചെയ്യോടാ. എടി അങ്ങനല്ല, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് നിന്നെ ഇഷ്ടമാണല്ലോ. എടി സത്യം പറഞ്ഞാൽ നീ പോയി കഴിഞ്ഞാൽ ഞാൻ വല്ലാണ്ട് ഒറ്റപ്പെട്ടു. ഞാൻ ഒന്ന് ലൈഫ് സെറ്റായിട്ട് നിന്നോട് ഇഷ്ടമെന്ന് പറയാൻ എഴുതിയതാ. പക്ഷെ ഒന്നും ആകാത്തതുകൊണ്ട് നീ പോവാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് നീ ഇല്ലാണ്ട് പറ്റില്ലടി. എന്തൊക്കെയാ പറയുന്നേ? എടി എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ്. നീ എന്റെ വേറെ ഒരു ഫ്രണ്ട് മാത്രമാ, അതിലുപരി ഒന്നുമില്ല. പക്ഷെ നീ ഒരുപാട് വട്ടം സംസാരിച്ചപ്പോഴും ചാറ്റ് ചെയ്തപ്പോഴും ഒക്കെ എന്നോട് ഇഷ്ടമെന്ന് പറഞ്ഞിട്ടില്ലേ? അതൊക്കെ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് പറയുന്നതല്ലേ, എനിക്കതൊന്നും മനസ്സിലാവില്ല. പക്ഷെ എനിക്ക് പറ്റണില്ലടി. നീ പോവാന്ന് പറഞ്ഞപ്പം എന്താ? ഒന്നുമില്ല. എനിക്ക് എന്റെ ലൈഫ് നോക്കണ്ടേ? നീ എന്തെങ്കിലും നിന്റെ ലൈഫിനെ കുറിച്ച് ഓർത്തിട്ടുണ്ടോ? നിന്റെ ലൈഫ് നീ ഇപ്പോഴും ബിഗ് സീറോയാ. ഓൾറെഡി ഞാൻ കമ്മിറ്റഡ് ആണ്. അവനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെന്നൈക്ക് പോലും പോകുന്നത്. പക്ഷെ നീ ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. എന്തിന്? എനിക്കത് നിന്നോട് പറയേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നിയിട്ടില്ല. എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല. ഇനി മേലിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചേക്കും. ജസ്റ്റ് ലീവ് ഇറ്റ്. പറയടാ. നിനക്ക് ഇഷ്ടമുള്ള എടുത്തോടാ, ഞാൻ പൈസ ഇട്ടേക്കാം.